നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ തൊടുകുറി ഒരു സാധാരണ തൊടുകുറിയല്ല, ഇത് അമ്മയുടെ വിളിയാണ്. ഭദ്രകാളി ദേവിയുടെ ശക്തി ഇന്നത്തെ ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയാണ്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും, നമ്മൾ ഒറ്റക്കായി നിൽക്കുന്ന നിമിഷങ്ങൾ, അനീതിയും വേദനയും അനുഭവിച്ചിട്ടും നിശബ്ദമായി കരഞ്ഞ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ അമ്മ നമ്മെ വിട്ടുപോയിട്ടില്ല, അമ്മ നോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് ആ അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പറയുന്നതെന്ന് ഈ തൊടുകുറി വഴി നമുക്ക് അറിയാം. ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ദേവിയുടെ 3 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഹൃദയം പറയുന്ന ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം കാളീദേവിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി ദേവി, എനിക്ക് അമ്മ എന്നോട് എന്താണ് പറയാനുള്ളത്, അതെനിക്ക് കൃത്യമായി അറിയാൻ പറ്റണം. അതിനുവേണ്ടി എനിക്കിതിൽ നിന്നും കൃത്യമായ ചിത്രം തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങളുടെ മനസ്സാകർഷിക്കുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ആദ്യത്തെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ സാധാരണ ആത്മാക്കളല്ല, ഭദ്രകാളി അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ അനുഭവിച്ച അനീതി, നിങ്ങൾ മിണ്ടാതെ സഹിച്ച വേദന, നിങ്ങളുടെ കണ്ണീരോടുകൂടി കടന്നുപോയ രാത്രികൾ അമ്മയെല്ലാം കണ്ടിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് നീതി കിട്ടുമോ എന്ന ചോദ്യവുമായി നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഓരോ നിശബ്ദ പ്രാർത്ഥനയും അമ്മ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രതികാരം തിരഞ്ഞെടുത്തിട്ടില്ല, ആർക്കും ദോഷം നിറച്ചിട്ടുമില്ല, മറിച്ച് മിണ്ടാതെ സഹിച്ച് മുന്നോട്ടു പോയി. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ദൈവിക സംരക്ഷിത കവചം. ഇനി നിങ്ങളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ വഴികൾ അമ്മ തന്നെ അടക്കും. നിങ്ങൾക്കെതിരെ ഒരുക്കുന്ന പദ്ധതികൾ അവരുടെ വഴിയിലേക്ക് തന്നെ മടങ്ങും. ഇത് പ്രതികാരമല്ല, ഇത് നീതിയാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കും, പക്ഷേ അത് നിങ്ങളുടെ സമയക്രമത്തിലല്ല, അമ്മയുടെ തീരുമാനിച്ച സമയത്ത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ. അപ്രതീക്ഷിതമായി ഒരു വാതിൽ തുറക്കും. ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന ഒരു അവസരം സ്വയം തെളിയും. അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് ലയിക്കും. നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരാൾ കുറ്റബോധത്തോടെ തിരികെ വരാം. നിങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങളുടെ ശക്തി കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ വിനയം കൊണ്ടും സത്യസന്ധത കൊണ്ടുമാണ്. അന്യായം ചെയ്തതെല്ലാം അന്യായം സഹിച്ച് ദൈവവിശ്വാസം നഷ്ടപ്പെടുത്താതെയും നിന്നതിൻ്റെയും ഫലമാണ് ഇത്. അമ്മ നിങ്ങളെ പരീക്ഷിച്ചു, പക്ഷേ ഉപേക്ഷിച്ചിട്ടില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ സംരക്ഷണം പ്രവർത്തിക്കും. അപകടങ്ങൾ നിങ്ങൾക്കറിയാതെ മാറിപ്പോകും. ആവശ്യമായ സമയത്ത് സഹായഹസ്തങ്ങൾ പ്രത്യക്ഷപ്പെടും. ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് ലഭിക്കും. ഒരു സ്വപ്നം, ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സന്ദേശം. അത് വന്നാൽ മനസ്സിലാക്കുക, അമ്മ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് അത്യന്തം ഗുണകരമാണ്. സാധ്യമായാൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദീപം തെളിയിക്കുക, ചുവന്ന പൂക്കൾ സമർപ്പിക്കുക, നെയ്ദീപം വെക്കുക, സാധ്യമായാൽ അർച്ചന ചെയ്യുക. ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ശക്തിയുള്ളതാണ്. ഓം ഭദ്രകാളിയെ നമ എന്ന മന്ത്രം ദിവസവും കുറഞ്ഞത് 9 പ്രാവശ്യം ജപിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന സംരക്ഷണം ഉടൻ തന്നെ വ്യക്തമായി അനുഭവപ്പെടും. ഭയം വേണ്ട, സംശയം വേണ്ട, അമ്മ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ നമ്പർ ചിത്രമായിട്ടുള്ള ദേവീ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ജീവിതത്തിലെ കഠിന പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവരാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ സാധാരണ അനുഭവങ്ങളല്ല, അത് നിങ്ങളുടെ ആത്മാവിനെ ശക്തമാക്കാൻ വന്ന പരീക്ഷണങ്ങളായിരുന്നു. ഭദ്രകാളി ദേവി ന്യായത്തിന്റെ പ്രതീകമാണ്. അനീതിക്കെതിരെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശക്തിയാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർ, നിങ്ങളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തവർ, അവർക്കുള്ള കർമ്മഫലം അവരെ തേടിയെത്തും. നിങ്ങൾക്ക് നഷ്ടമായ അവസരങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല, അവ തിരികെ വരാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അമ്മയുടെ സന്ദേശം ഇവിടെ വളരെ വ്യക്തമാണ്.
ഇനി ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഭക്തിയോടൊപ്പം ബുദ്ധിയും വേണം, സ്നേഹത്തോടൊപ്പം വിവേകവും വേണം. നിങ്ങൾ പലപ്പോഴും മനസ്സ് കേട്ടാണ് തീരുമാനങ്ങൾ എടുത്തത്. ഇനി മുതൽ മനസ്സിനൊപ്പം ബുദ്ധിയും ചേർക്കണം. നിങ്ങളുടെ ആഗ്രഹം നടക്കും, പക്ഷെ അതിന് നിങ്ങൾ ഒരു വ്യക്തമായ തീരുമാനം എടുക്കണം. ഭയം വിട്ട് മുന്നോട്ട് വരണം. നിങ്ങളെ പിടിച്ചു നിർത്തുന്ന സംശയങ്ങളും ആത്മവിശ്വാസക്കുറവും ഉപേക്ഷിക്കണം. നിങ്ങൾ ഒരിക്കൽ വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായി എഴുന്നേൽക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. സാധ്യമായാൽ ചൊവ്വയോ വെള്ളിയോ ദിവസം ക്ഷേത്രങ്ങളിൽ പോയി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക, ദീപം തെളിയിക്കുക, അർച്ചന നടത്തുക. ഒരു നാളികേരം സമർപ്പിച്ച് അമ്മേ എൻ്റെ കർമ്മബാധകൾ നീക്കണമെന്ന് പ്രാർത്ഥിക്കുക. 11 പ്രാവശ്യം ഓം കാളിയേ നമ എന്ന മന്ത്രം ജപിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള ദേഷ്യം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക. കാരണം പ്രതികാരം അമ്മയുടെ വകയാണ്, ക്ഷമ നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങൾക്ക് ഇനിയും ഭയപ്പെടേണ്ട കാര്യമില്ല. പരീക്ഷണകാലം അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ന്യായത്തിൻ്റെ കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായി 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. നിങ്ങൾ സാധാരണ ജീവിതം നയിക്കുന്നവരല്ല, തീയിൽ കുരുത്തു കരുത്തായി മാറിയ ആത്മാക്കളാണ്. നിങ്ങളെ താഴെയിടാൻ പലരും ശ്രമിച്ചു. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ നിരത്തി നിന്നു. പക്ഷേ അവർ പരാജയപ്പെട്ടു. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടിയില്ല. അമ്മയുടെ ശക്തി നിങ്ങളുടെ പിന്നാലെ നിന്നു. നിങ്ങൾ വീണു, പക്ഷെ നിലത്ത് കിടന്നില്ല. അവിടുന്ന് വീണ്ടും എഴുന്നേറ്റു. നിങ്ങൾ കരഞ്ഞു, പക്ഷെ തകർന്നില്ല. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നടന്നു. ഇപ്പോൾ നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു. ഭദ്രകാളി ദേവി നിങ്ങളെ അനുഗ്രഹിക്കുന്നത് വീര്യത്തോടും ധൈര്യത്തോടും കൂടിയാണ്. ഇനി നിങ്ങൾക്ക് പിന്നോട്ട് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കും, പക്ഷെ അത് ഒരു സാധാരണ രീതിയിലല്ല, വലിയൊരു മാറ്റത്തോടെയാണ് നടക്കുക. ജോലി സംബന്ധമായ ഒരു ഉയർച്ച, വിവാഹബന്ധത്തിലെ ഒരു നിർണായക മുന്നേറ്റം, പണപ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരം, അല്ലെങ്കിൽ നീണ്ടുനിന്ന ഒരു കോടതി കേസ് പോലും അനുകൂലമായി തീരാനുള്ള സാധ്യത ശക്തമായി കാണുന്നു. നിങ്ങൾ നീതി തേടിയെടുത്ത് നീതി ലഭിക്കും. നിങ്ങൾ പരിശ്രമിച്ചെടുത്ത് ഫലം ലഭിക്കും. നിങ്ങൾ അനീതിയായി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ആത്മവിശ്വാസം മുൻപന്തിയിൽ നിൽക്കുക, ഭയം പിന്നിലായിരിക്കും. ഈ സമയത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യുക. സാധ്യമായാൽ ചൊവ്വയോ വെള്ളിയോ ദിവസം ദർശനം നടത്തുക. നെയ് ദീപം തെളിയിക്കുക. ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക. ഒരു ലളിതമായ നിവേദ്യം സമർപ്പിച്ച് അമ്മേ എൻ്റെ വിജയപദം നീ തുറക്കണം എന്ന് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. 21 പ്രാവശ്യം ഓം ഭദ്രകാളിയെ നമ ജപിക്കുക. നിങ്ങളുടെ മനസ്സിൽ സംശയമില്ലാതെ വിശ്വാസം നിറയ്ക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ശക്തി വെറും ആത്മവിശ്വാസമല്ല, അത് ദൈവിക ശക്തിയുടെ പിന്തുണയാണ്. ഇനി വിജയം നിങ്ങളെ തേടി വരും. നിങ്ങളെ തടഞ്ഞവർ വഴിമാറും. നിങ്ങൾ കാത്തിരുന്ന കാലഘട്ടം അവസാനിച്ചു. വിജയത്തിന്റെ ജ്വാല ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായി ഇവിടെ, ദേവിയുടെ സന്ദേശങ്ങളായി ഇവിടെ പറയുവാനുള്ളത്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു ചിത്രം മാത്രമല്ല, അതൊരു ദൈവ സൂചനയാണ്. ഭദ്രകാളി അമ്മയുടെ ശക്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. ആർക്കെങ്കിലും സംരക്ഷണമായി, ആർക്കെങ്കിലും നീതിയായി, ആർക്കെങ്കിലും വിജയത്തിന്റെ ജ്വാലയായി ഓർമ്മിക്കുക. അമ്മ ഒരിക്കലും അന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കില്ല, പക്ഷെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങൾ കേട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ഒത്തുചേരുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക. മറ്റുള്ളത് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക. ഇനി മുതൽ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക, ഭയം വേണ്ട, സംശയം വേണ്ട, അമ്മ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗിൽ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ കമന്റിൽ അമ്മയുടെ അനുഗ്രഹം എന്ന് എഴുതുക. നിങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവസൂചന ലഭിക്കാൻ ഷെയർ ചെയ്യുക. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.